ഹലോ. അപ്പോൾ ദാ ഇന്ന് രാവിലെ നാസ്ത കഴിഞ്ഞ് നേരെ പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നാസ്തക്കുള്ളത് ഗ്രീൻ പീസ് കറിയും പിന്നെ പൂരിയും മുട്ട ബുൾസയും കൂടാണ്. പിന്നെ തലേദിവസത്തെ മുളക് കറി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം നേരെ ഓട്ടോ വിളിച്ച് വടകര ഫാമിലിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്ന് ഫാമിലി പോകുന്നത് ബാക്കിയുള്ള പർച്ചേസിനായിരുന്നു. അപ്പോൾ ഉപ്പാക്കൊരു പാൻറ്റും ഷർട്ടും നോക്കാനുണ്ടായിരുന്നു. പിന്നെ അനിയത്തിക്കുള്ള ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എളാമ്മക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വടകര ഫാമിലി പോയി. അങ്ങനെ അവിടെ നിന്നുള്ളതൊക്കെ ഏകദേശം എടുത്തതിന് ശേഷം അവിടെ ബ്രൈഡൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കോഫിയും പിന്നെ നെയ്യപ്പമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടോ അവിടുന്ന്. പിന്നെ ഉപ്പിലിട്ടത് അതേപോലെ പഴയകാല മിഠായികൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സർബത്ത്, ലൈമ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അവിടുന്ന് നേരെ ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചെരുപ്പിൻ്റെ ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ അങ്ങനെ ഇതാ പോയ പാടന്നെ വേഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചെരുപ്പൊക്കെ സെലക്ട് ചെയ്ത് യൂസിനും എടുക്കാനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ അവിടുന്ന് ഒരു 20 രൂപേൻ്റെ ഇളനീരിൻ്റെ ഷെയ്ക്കും പിന്നെ ഒരു ഉഴുന്നുവട കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ബ്രൈഡ് ഫാൻസിലേക്കാണ് ട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ഇതാ പിന്നെ കമ്മലും വളയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ചോറ് തിന്നാണ്. നല്ല മാന്തക്കറി, അയില പൊരിച്ചതും പിന്നെ ഉപ്പേരിയൊക്കെ കൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഒറ്റ ദിവസം പോലും മിസ് ചെയ്യാത്ത കാര്യമാണ് ചോറ്. കാരണം ഉമ്മാൻ്റെ അടുത്തുനിന്ന് ചോറ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും യൂസൊക്കെ കൂടി ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീടിൻ്റെ കുറച്ച് വീടപ്പുറമാണ്, കുറച്ച് നടക്കാനുള്ള ദൂരമാണ് കേട്ടോ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഇതാ ചായ ഒക്കെ കുടിക്കുകയാണ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ചെട്ടിപ്പൂവിൻ്റെ വിത്തുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊന്ന് ഉണങ്ങിയ ഓരോന്നൊക്കെ ആയിട്ട് പറിച്ചെടുക്കുകയാണ്. അങ്ങനെ ചെട്ടിപ്പൂവിൻ്റെ വിത്തൊക്കെ പറിച്ചതിന് ശേഷം ഉപ്പേത്താൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ആയിരുന്നു അനിയത്തിൻ്റെ ഏട്ടൻ്റെ വീട്. അങ്ങനെ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇതാ അവരും ചായ കുടിക്കാണ്ട് വിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ അവിടുന്ന് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തി. മഗ്‌രിബാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഒരു 9 ആകുമ്പോഴത്തേക്ക് രാത്രിയത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ മാന്തക്കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. അതിന് ശേഷം ഇതാ ഈ ഒരു ഈത്തപ്പഴം കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നട്ട്സ് ഫില്ല് ചെയ്തിട്ടുള്ള ഈത്തപ്പഴം. പിന്നെ അങ്ങനെ അതിന്ന് എനിക്ക് ബ്രസീലിയൻ നട്ട് വെച്ചതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതുകൂടെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബായ്.